ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി ക്യൂട്ടായിട്ടുള്ള യൂണിക്കോൺ വാൾ ഹാങ്ങിങ് അല്ലെങ്കിൽ വാൾ ഡെക്കോർ ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു വൈറ്റ് ചാർട്ട് പേപ്പറും പിന്നെ പുസ്തകത്തിൻ്റെ ചട്ടയുമാണ് എടുത്തിട്ടുള്ളത്. പുസ്തകത്തിൻ്റെ ചട്ടയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാർഡ്ബോർഡ് പീസ് മതി. ഇതുകൂടാതെ ഞാനിതിൽ ഗ്ലിറ്റർ ഫോം ഷീറ്റും കളർ പേപ്പേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നുമില്ലാത്തവർ വിഷമിക്കേണ്ട. ഈ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു വാൾ ഡെക്കോർ ഉണ്ടല്ലോ, അത് ഈ ഗ്ലിറ്റർ ഫോം ഷീറ്റും പിന്നെ കളർ പേപ്പർ ഒന്നും ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കാമെന്നും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു ചാർട്ട് പേപ്പർ കൊണ്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, ഒരു ഫോട്ടോ ഫ്രെയിം പോലെ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുകൂടാതെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിടാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഈ ഫ്രെയിമിൻ്റെ പ്രത്യേകത അറിയാലോ, ഒരു ഭാഗം ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫോട്ടോയോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ കയറ്റി വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കാനാണ് നമുക്ക് പുസ്തകത്തിൻ്റെ ചട്ടയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാർഡ്ബോർഡ് പീസ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ പാകമാവുന്ന തരത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ജസ്റ്റ് സ്കെയിൽ വെച്ചിട്ടൊന്ന് അളന്ന് നോക്കുക, ഈ ഫ്രെയിം ഒന്ന് അളന്ന് നോക്കുക, നീളം വീതി അളന്നെടുത്തിട്ട് അതിനനുസരിച്ച് ഈ ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ഇതൊരു വൈറ്റ് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണ്. കണ്ടില്ലേ? ഇനി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന തീം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വളരെ ഇഷ്ടപ്പെട്ട യൂണിക്കോൺ തീമാണ്. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ടാണ് ഞാനിവിടെ ഗ്ലിറ്റർ ഫോം ഷീറ്റും കളർ പേപ്പേഴ്സും യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നുമില്ലാത്തവർ വിഷമിക്കരുത് കേട്ടോ. ഇതിന് ശേഷം ഈ സെയിം ക്രാഫ്റ്റ് നമ്മൾ ഇതൊന്നുമില്ലാതെ എങ്ങനെ ചെയ്യണമെന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്ന് അതിൻ്റെ ചെവിയും പിന്നെ കൊമ്പ് പോലെയുള്ള ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് വേണം. അത് നമ്മൾ സിമ്പിളായിട്ടുള്ള റോസ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് അതുപോലെ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതെല്ലാം നമുക്ക് നമ്മുടെ ഈ കാർഡ്ബോർഡിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ച് ഭാഗം, അതായത് മുകളിൽ നിന്ന് ഒരു 1.5 സെൻറ്റിമീറ്ററും രണ്ട് സൈഡിൽ നിന്ന് ഒരു 1.5 സെൻറ്റിമീറ്ററോളം നമ്മുടെ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്ന ഭാഗമാണ്. അപ്പോൾ ആ ഭാഗം വിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മളിതെല്ലാം ഒട്ടിച്ചെടുക്കേണ്ടത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പം ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഫ്ലവേഴ്സും പിന്നെ അതിൻ്റെ ചെവിയും കൊമ്പും ഒക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കണ്ണും അതിന് താഴെയായിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഡ്സ് ആണ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്. അപ്പം ഞാനിവിടെ എൻ്റെ മോളുടെ പേര് എഴുതിയിട്ടുണ്ട്, അതും കൂടി നമുക്ക് എഴുതി കൊടുക്കാം. ഇപ്പം ഞാനിവിടെ സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ഇതാണ് നമ്മളിതിൻ്റെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ വെക്കാൻ പോകുന്നത്. ഈ സെയിം സാധനം തന്നെ നമുക്ക് ഈ ഗ്ലിറ്റർ ഫോം ഷീറ്റും കളർ പേപ്പറും ഒന്നും ഇല്ലാത്തൊന്ന് ചെയ്തെടുത്ത് നോക്കിയാലോ, ഒന്ന് കണ്ടു നോക്കാം അല്ലേ. അപ്പോൾ ഞാൻ ആ സെയിം അളവിലൊരു A4 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കേണ്ടതായ കാരണം ഞാനിവിടെ ചട്ടയൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു പേപ്പറിൽ ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. നമ്മൾ നേരത്തെ കളർ പേപ്പർ കൊണ്ട് ഒട്ടിച്ച സാധനങ്ങളെല്ലാം നമ്മളിവിടെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ? ആദ്യം സ്കെച്ച് പെന്നുകൊണ്ട് അതിൻ്റെ ബോർഡറൊക്കെ വരച്ചു കൊടുത്തു.
അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ ക്രയോൺ വെച്ചിട്ട് കളർ ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ ക്രയോണോ സ്കെച്ച് പെന്നോ വാട്ടർ കളറോ എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്തിട്ടൊന്ന് കളർ ചെയ്തെടുക്കാൻ വേണ്ടോ. അപ്പോൾ നമുക്ക് 2 എണ്ണം കൂടി ഒന്ന് വെച്ച് നോക്കാം. അപ്പം എങ്ങനെയുണ്ട്, എന്ത് തോന്നുന്നു നിങ്ങൾക്ക് കണ്ടിട്ട്? എനിക്ക് രണ്ടും കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഒട്ടിച്ചതും മറ്റേതും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ വരച്ചു കൊടുത്തതിന് വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് നമ്മുടെ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ഈ കളർ പേപ്പറും ഫോം ഷീറ്റൊന്നും ഇല്ലാത്തവർ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താലും നല്ല ഭംഗിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമ്മുടെ കുറേ കൂട്ടുകാരുടെ ക്രാഫ്റ്റ് സാധനങ്ങളൊന്നും ഇല്ലാത്തവർ അവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന വളരെ വളരെ ഭംഗിയായിട്ടുള്ളൊരു ക്രാഫ്റ്റ് ആയിരിക്കും ഇതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങളെന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയൂ കേട്ടോ. എനിക്കെന്തായാലും രണ്ടും കണ്ടിട്ട് വലിയ കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. രണ്ടും ഒരുപോലെ ഭംഗിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ മാറ്റി വയ്ക്കുകയാണ്. നമ്മളുണ്ടാക്കിയത് നമ്മുടെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുകയാണ്. എന്നിട്ടത് ക്ലോസ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വേറെ ഒന്നും വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനത് ഗ്ലൂ വെച്ചിട്ട് അടച്ചു കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. 4 സൈഡും ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് തുറന്നു പോരുന്നുള്ള ഡൗട്ടൊന്നും വേണ്ടല്ലോ. അങ്ങനെ നമ്മുടെ വാൾ ഡെക്കർ ഇത് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ എൻ്റെ മോളുടെ പേരാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഹാങ്ങിങ് പോലെ ഉണ്ടാക്കിയിട്ടോ നമ്മുടെ ചുമരിൽ തൂക്കിയിടാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് ഇത് ഒട്ടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ റൂമിൻ്റെ ഷെൽഫുമ്പോഴാണ് ഞാൻ ഒട്ടിക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാനായിട്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് അവരുടെ റൂമിൻ്റെ ഡോറുമഴോ അല്ലെങ്കിൽ റൂമിലൊക്കെ ഒട്ടിക്കുകയാണെങ്കിൽ വളരെ വളരെ ഇഷ്ടപ്പെടും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഈ വക ക്രാഫ്റ്റ് സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും സാധാരണ നമ്മുടെ സ്കെച്ച് പെന്നും ക്രയോണും വൈറ്റ് പേപ്പറും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, ഇത്രയും ഭംഗിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ പുതിയതായി ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് പിക്ചേഴ്സൊക്കെ അതിലേക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വിശേഷം. മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ കാണാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.